ഹലോ ഗായ്സ്, ലവിൻ പമലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ എൻ്റെ ഷൈനിനെയും കുഞ്ഞിനെയും കണ്ടോട്ട് തുടങ്ങാം. ഇന്ന് രാവിലെ ഷൈനും കുഞ്ഞും കൂടെ ബലിയിടാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീത്തോട് തന്നെ പോയേക്കുന്നത്. സീത്തോട് അമ്പലത്തിൽ തന്നെ ഒരു ബലിതർപ്പണ തറ നമ്മുടെ സീത്തോടുണ്ട്. സീത്തോട് ബസ് സ്റ്റാൻഡിലായിരുന്നു അവിടെ പോയത്. ഇവിടെ തന്നെയാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടത്തുമ്പം ദേവിയെ കൊണ്ട് ആറാട്ട് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടാണ്. അപ്പം ഈ പൂജ ചെയ്യുന്ന തിരുമേനിയുടെ പേര് നന്ദു എന്നാണ്. ഷൈൻ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വന്നത് നന്ദു എന്നാണ്. അദ്ദേഹത്തിൻ്റെ നാടെന്ന് പറയുന്നത് കലഞ്ഞൂരാണ്. ഇദ്ദേഹം എല്ലാ കർമ്മങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു തിരുമേനിയാണ്. എൻ്റെ ഷൈൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല, അവിടെ നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും കർമ്മം ചെയ്യുമെന്ന് ഒട്ടുമിക്ക ആൾക്കാരുടെയും പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ്. അദ്ദേഹം നന്നായിട്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ എൻ്റെ ഷൈൻ്റെ എൻ്റെ കുഞ്ഞുമാണ്. അവർ രണ്ടുപേരും ചെയ്യുന്നത് ഷൈൻ്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. എല്ലാ വർഷവും ഇതിപ്പം രണ്ടാമത്തെ വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. ആണ്ടിൻ്റെ അന്നേ അമ്മ അസ്ഥി ഒഴുക്കിയെടുത്ത് തന്നെ പോയി ഷൈനും കുഞ്ഞും കൂടെ കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തൃക്കുന്നപ്പുഴയിലായിരുന്നു വല്യമ്മ ഇതുപോലെ അസ്ഥിയൊക്കെ ഒഴുക്കി അവിടെ പോയി ഷൈനും കുഞ്ഞും കൂടെ കർമ്മമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ പോയിട്ടില്ലായിരുന്നു. ഞാൻ പോകാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് പോയിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഷൈനും കുഞ്ഞും കൂടെ കയറി വന്നതിന് ശേഷം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഇതുവരെ ഞാനങ്ങനെ വീട്ടിൽ ഇതുപോലെ ബാവിൻ്റെ അകത്തൊന്നും കയറി പോയിട്ടില്ല. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്നൊരാഗ്രഹം ഞാനിങ്ങനെ പറഞ്ഞു മഴയില്ലെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിന് പോകുന്നതിന് മുന്നേയായിട്ട് തങ്കയമ്മയ്ക്ക് ഇവിടെ വേറെ ആരുമില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ വേറെ ആരുമില്ല, അമ്മയോ മറ്റാരുമില്ല. അപ്പം തങ്കയമ്മയ്ക്ക് ഒരു നേരം ആഹാരം വെക്കണം എന്നത് ഷൈനൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യണമായിരുന്നു. അത് കാരണം ഞാൻ പോയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയനാണ് പോയത്. അവൻ പോയി കർമ്മങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവിടെ നല്ല അടിയൊഴുക്കുള്ള പ്രദേശമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫയർഫോഴ്സുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഷൈനാണെങ്കിൽ ലാസ്റ്റത്തെ ട്രിപ്പ് കയറിയത് ഷൈനും ആദിമോനുമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കർമ്മങ്ങളൊക്കെ ചെയ്ത് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് ആറ്റിലൊക്കെ പോയി മുങ്ങിക്കയറുകയൊക്കെ ചെയ്തു. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ ഈ ഭാഗത്തൊന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ തുടങ്ങുന്നു. അതിവിദൂരത്തിലോട്ട് നോക്കി നിൽക്കുന്നു. എനിക്കറിയത്തില്ല എന്തിനാണ് നോക്കി നിൽക്കുന്നത്, എനിക്കത് അറിയത്തില്ല. നല്ല ഒഴുക്കുള്ള ഒരിതാണ് അവിടെ, നല്ല അടിയൊഴുക്കുള്ള പ്രദേശമാണ്. എന്നിട്ട് ഇതാണ് നമ്മുടെ തിരുമേനി, ആ നീല കളർ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന തിരുമേനി. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇനിയിപ്പോൾ തിരിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്നാണ് ഷൈന പറഞ്ഞാൽ. മഴയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്, മഴയില്ലായിരുന്നു, കാലാവസ്ഥ അനുകൂലമായിരുന്നു. അത് എല്ലാം. പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിലുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. അതും ദൈവദൂതനെ പോലെ ആരോ 2-3 ചേട്ടന്മാരോട് പറഞ്ഞ് അവർ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഈ ഭാഗത്തൊക്കെ ഷൈന് മീൻ പിടിക്കാൻ വരുന്നത്. നമ്മുടെ നിൽപ്പുണ്ട് 2-3 പേര് മീൻ പിടിക്കാൻ നിൽപ്പുണ്ട്. ഈ ഭാഗത്താണ് മീൻ പിടിക്കാൻ വരുന്നത്. മീൻ പിടുത്ത കേന്ദ്രമാണിത്. പിന്നെ ശബരിഗിരിയുടെ ഒരു വാട്ടർ ടാങ്കാണിത്. ഇവിടെ നിന്നും സപ്ലൈ ചെയ്ത് വെള്ളം നമ്മുടെ ശബരിമല വരെയും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകളാണ് ഇന്നിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇന്നും നല്ല മഴയാണ് കേട്ടോ. മഴയാണ്ട് പണിക്ക് പോയിട്ടില്ല, പണിയില്ലായിരുന്നു. പണിയുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആശാനെ. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ പണി കുറവായിരിക്കും. രാവിലെ ഞാനും ആദ്യം കൂടെ സീത്തോടിന് പോയായിരുന്നു. സീത്തോടിന് പോയി ബലിയൊക്കെ ഇട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് മഴ ഇത്ര മുറുകി പെയ്തത്. മറ്റേ മഴ ചെറുതായിട്ട് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. മഴ അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. ഓണമെല്ലാം ആകപ്പാടെ അങ്ങ് വെള്ളത്തിലാവുമെന്നാണ് തോന്നുന്നത്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്താ ചേച്ചി, ഗ്യാസുകാരോ? ഞാൻ അവളോട് ചോദിക്കാം ചേച്ചി. മേളി പൊന്നു ചേച്ചി ചോദിക്കുന്നത് ഗ്യാസുകാർ വരുമോന്ന്. അപ്പോൾ അടുക്കളയിൽ അവൾ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവൾ രാവിലെ ഞാനും ആദ്യം കൂടെ ബലിയിട്ടേച്ച് വന്നപ്പോഴത്തേന് അവൾ കാപ്പിക്കുള്ളതൊക്കെ റെഡിയാക്കി. ഇഡലി സാമ്പാറുമാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ആദ്യം കഴിക്കുക. നമ്മൾ വന്നപ്പോഴത്തേന് അവൾ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് നമ്മുടെ പുതുക്കന്മാർക്ക് വിളമ്പി വെച്ചേക്കുന്ന ആഹാരമാണ്. നിലവിൽ ഇപ്പം 10:30 ആയിട്ടുണ്ട് സമയം. നമ്മൾ ബലിയിട്ടേച്ച് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാനും ആദ്യം കൂടെ കയറി വന്നായിരുന്നു. ഇതാണ് നമ്മുടെ വല്യമ്മ. പിന്നെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും അങ്ങനെ 3 പേരെ.
പിന്നെ നമ്മുടെ വല്യമ്മ, പിന്നെ വല്യമ്മയുടെ ഒരു അച്ഛൻ, നമ്മുടെ അപ്പൂപ്പൻ. അപ്പം പുള്ളി ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് ഓർമ്മയാവുന്നതിന് മുമ്പേ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചവരാണ്. നമ്മൾ ഇങ്ങനെ ആഹാരം നമ്മൾ പാകം ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനെവിടെ ആണെങ്കിലും ഞാനത് ചെയ്യും കേട്ടോ. നേരത്തെ വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും. കാരണം നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പം നമ്മൾ ആഹാരം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കാപ്പി, ഉച്ചയ്ക്ക് ചോറും നമ്മൾ റെഡിയാക്കുന്നുണ്ട്. കാപ്പി രാവിലെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേന് അവിടെ വന്ന് സാമ്പാർ വെള്ളിയാക്കി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ ഇഡലിയാണ്. എന്താ പറ്റിയത്, ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇഡലി. അവിടെ പറയുന്നൊരു മാവുണ്ട്, ആ മാവ് മേടിച്ച്, മാവല്ല എന്തായാലും അരിപ്പൊടി അല്ലേ, പൊൻകതിരിൻ്റെ അരിപ്പൊടി. ഞാനിന്നലെ ചിറ്റാറ് ദേശം മൊത്തം നടന്നിട്ടാണ് ഈ പൊൻകതിരിൻ്റെ അവിടെ പറഞ്ഞ സാധനം കിട്ടായിട്ട്. ഭയങ്കര പാടാണ് ആ സാധനം കിട്ടാനായിട്ട്. സീത്തോട്ടിൽ പോയിട്ട് 2-3 കടയിൽ പോയിട്ടില്ലായിരുന്നു. 3 പോയി. അത് കഴിഞ്ഞ് ചിറ്റാറ് എന്നൊരു 10-15 കടകളും ഞാൻ ഇന്നലെ കയറി ഇറങ്ങി, എന്നിട്ടത് കിട്ടിയത്. അപ്പോൾ പക്ഷേ നല്ലതായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സമ്മന്തി, വെള്ളസമ്മന്തി, എരിയില്ലാതെ ആദിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളസമ്മന്തിയും പിന്നെ തക്കാളി ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഇനിയിപ്പം കഴിക്കാൻ പോവാം. സാമ്പാറിൻ്റെ ഒരു പ്രൊഫഷണലാണ് ഇവിടെ കേട്ടോ. നല്ല സൂപ്പർ സാമ്പാർ. എൻ്റെ വല്യമ്മ നല്ല അടിപൊളിയായിട്ട് സാമ്പാർ. പിന്നെ നമുക്ക് അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതെല്ലാം വിപുലമായിട്ടുള്ള സദ്യ. ഉച്ചക്കത്തിന് നമ്മൾ ആഹാരം വെക്കുന്നുണ്ട്. ആഹാരം വെച്ചിട്ട് അവൾ മല വീട്ടിലോട്ട് പോകും. പിന്നെ എനിക്ക് കുറച്ച് തിരക്കേറിയ പരിപാടിയുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് മീൻ പിടിക്കാൻ പോകാം. മീൻ അങ്ങോട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞിടയായിട്ട് പോയിട്ട് ഇവിടെ പ്രാക്കാണ്. ഇപ്പം ഞാൻ എപ്പോൾ മീൻ പിടിക്കാൻ പോയാലും ഇവിടെ നല്ല രീതിക്ക് സന്തോഷത്തോടെ എന്നാൽ മീൻ പിടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞ് വിടുവായിരുന്നു ഞാൻ മീൻ പിടിക്കുന്നതാണ്. ഇവിടെ മീൻ അങ്ങനെ പറയത്തില്ല, എപ്പോഴും വഴക്കാണ് മീൻ പിടിക്കാൻ പോയി. ഇത് എല്ലാ വീട്ടിലും കാണുമായിരിക്കും മിക്കവാറും. ഇതെന്താ അടി ഉണ്ടാക്കുന്നത്? ഇത് മറ്റേ പയറല്ല വാക്കിക്കറി, പക്ഷെ പയർ കാരണം കരിഞ്ഞ് വേറെ കഴിക്കാനെടുക്കാൻ. ഇത് അലവാക്കിയൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. നമ്മൾ തന്നെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി അലവാക്കി മേടിക്കാതെ പൈസ കുറച്ച് കൊടുത്ത് വീട്ടിൽ തന്നെ അലവാക്കുന്നതാണ് ഇവിടെ. അമ്മ കയ്യമ്മ ചെയ്ത് ഞാൻ കഴിക്കും. അമ്മ ഇങ്ങനെ കറി അതല്ല, കഞ്ഞിയമ്മയ്ക്ക് ഇഷ്ടമുള്ള കറിയാണിങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കിതൊക്കെ വെച്ച് ഇവിടെ വെച്ച് കഞ്ഞിയമ്മ കഴിക്കാൻ വെച്ചിട്ട് എനിക്കിനി എൻ്റെ വീട്ടിൽ കയറിപ്പോണം. ഞാനും പിള്ളേരും പോവും. എന്നാൽ പിന്നെ മീൻ പിടിക്കാൻ പോകും. പിന്നെ ഒത്തിരി ഒന്നുമില്ല, ഒരു വഴുതനങ്ങ മെഴുക്കൂട്ടി, ഒരു തോരനും ഈ കറി, പിന്നെ സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ബാക്കി വീഡിയോ നമുക്ക് വഴിയെ കാണാം. ബാ. അങ്ങനെ ചോറൊക്കെ വെച്ചൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കയറി. ഇപ്പോൾ ഇതാ ഈ കാണുന്ന വീടാണ് ഷൈൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്. അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ UK സെറ്റിൽഡാണ്. കുടുംബത്തോടെ അവരവിടാണ്. ഞാൻ എന്നും പോകുന്ന വഴിയല്ല, ഞാൻ ഇന്ന് വേറൊരു വഴിയാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടില്ലേ, 2 റോഡ് വന്നിട്ട് താഴെക്കൂടെ പോയാൽ നമ്മുടെ ഗുരുനാഥൻ മണ്ണി ചെല്ലുമെന്ന്, ആ റോഡാണ് പോകുന്നത്. ആ റോഡ് മോശമായതുകൊണ്ടാണ് അപ്പുറത്ത് നല്ല റോഡേ എല്ലാവരും പോകുന്നത്. ഞങ്ങൾ ഒരിടയ്ക്ക് ഇതിൻ്റെ മേളിൽ താമസിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന റോഡാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ എടുത്തപ്പോൾ. ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണോ നമ്മുടെ സീതക്കുഴി എന്ന് വരെ ഞാൻ ഓർത്തുപോയി. വലിയൊരു വീടൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ വീടും കുഞ്ഞു വീടും, വലിയ വീട് മാത്രമല്ല നമ്മുടെ സീതക്കുഴിയിലെ കുഞ്ഞ് എല്ലാവരും സാധാരണപ്പെട്ട മനുഷ്യരാണ്. അപൂർവമായിട്ട് ഉള്ള ആൾക്കാരോട് ശകലം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ, ബാക്കി എല്ലാവരും സാധാരണപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുനാഥൻ മണ്ണിൽ പോയി. ഇവിടെ ഈ തോട് നമ്മുടെ തോടാണ്. നമ്മുടെ തോടിലോട്ട് വരുന്ന ആ തോടിൻ്റെ ബാലൻസാണിത്. ഇവിടെ വന്നു കഴിയുമ്പം ഇവിടെ 2-3 റോഡായിട്ട് തിരിയും. മേപ്പോട്ട് പോകുന്ന റോഡ് നമുക്ക് ഗുരുനാഥൻ മണ്ണി, താഴോട്ട് കിടക്കുന്ന റോഡ് നമ്മുടെ സീതത്തോട് അക്കരെ ചെല്ലും. അതൊരു ദിവസം കാണിക്കാം. ഇടയ്ക്കൂടെ അങ്ങോട്ട് കിടക്കുന്ന റോഡ് നമ്മുടെ സൈറ്റിലോട്ട് പോകുന്ന റോഡാണ്. ഒരുപാട് റോഡുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ സമയത്ത് കാണിക്കാം, വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം ഇതുവഴി അങ്ങനെ വണ്ടി പോക്കൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ നേരെ പോകുന്ന മുണ്ടമ്പാറ, ഏകദേശം മുണ്ടമ്പാറ ആകാറായി. ഞാനും കുറേ നാളായി ഇതുവഴി പോയിട്ട്. അപ്പം നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണ്. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഷൈൻ ഇറങ്ങിപ്പോരും. അപ്പം നമുക്ക് പോകാം. ഈ റോഡ് വഴി പോകുമ്പോഴാണ് 2018 ഉരുൾപൊട്ടലിൻ്റെ ഭീകരാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ റോഡ് വഴി പോകുമ്പോഴാണ്.
നമ്മുടെ 2018 പ്രളയ സമയത്ത് ആ ഉരുൾപൊട്ടി വന്നതിലെ കുറേ പാറക്കഷ്ണങ്ങളാണ് ഈ റോഡിൽ ഇരിക്കുന്നത്. ഇതാണ് ആ ഉരുൾപൊട്ടി വന്ന തോടെന്ന് പറയുന്നത്. ഒരു വലിയൊരു കല്ല് ഇപ്പോഴും നമ്മുടെ താഴത്തെ തോട്ടിലുണ്ട്. ആ ഒരു ഉരുൾപൊട്ടി വന്ന ആ വലിയ പാറക്കല്ല് എന്തെങ്കിലും ഒരു സമയത്ത് ഞാൻ കാണിക്കും. ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും പറയത്തുള്ളൂ, പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അതുപോലെ വലിയ ഒരു ഇറങ്ങി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ല, ഭയങ്കര വലിയൊരു കല്ലാണ് അവിടെ വന്നിരിപ്പുണ്ട്. ആ ഉരുൾപൊട്ടൽ 2 വീട് നമ്മുടെ പോയിട്ടുണ്ട്, 2 മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 2018 പ്രളയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് മഴ പെയ്യുന്നത്. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഈ റോഡ് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ എൻ്റെ അനിയൻ്റെ കൂടെ കാറിന് വരുമ്പോഴൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ വഴി നമുക്ക് 2 വഴിയാണ് നമ്മുടെ സീതക്കുഴിക്ക് പോകാമെന്ന്. 2ാമത്തെ വഴിയാണ് ഞാനിപ്പോൾ വന്നത്. താഴത്തൂടെയുള്ള റോഡെയാണ് ഞങ്ങൾ ഇത്രയും നാളെ വന്നുകൊണ്ടിരുന്നത്, കാരണം അത് നല്ല റോഡാണ്. മറ്റേ റോഡ് ഇപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് അപൂർവമായിട്ടുള്ള ആൾക്കാരെ പോകത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പം നമ്മൾ മുക്കിനെത്തി ഗൈസ്. ഇനി ഇച്ചിരി ദൂരം കൂടെ ഉള്ളൂ എനിക്ക് വീട്ടിലോട്ട് പോകാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോകുവാണ്. ഈ റോഡും ഇങ്ങനത്തെ മോശപ്പെട്ട അവസ്ഥയാണ്. മാറുമായിരിക്കും, ഇത്രയും റോഡ് വികസിച്ചില്ല. ഇനിയിപ്പോൾ ഈ കുഞ്ഞ് 2 റോഡും മാറും എന്ന പ്രതീക്ഷയെ നമുക്ക് പോകാം. അപ്പം നമുക്കിനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, പക്ഷേ ഈ റോഡായതുകൊണ്ട് കുറച്ച് താമസിക്കും. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, നമുക്ക് പഠിക്ക ചെന്നിട്ട് കാണാം. ഞങ്ങളിവിടെ വന്ന് ഗൈസ്, പക്ഷെ മഴയാണ്, ഭയങ്കര മഴ. ഞാനും ആദ്യം നീ എന്ത് ചെയ്യും ട്രൈപ്പോഡ് എടുത്തോളൂ, ഞാൻ പറഞ്ഞില്ലേ എടുക്കണ്ടെന്ന്. നല്ല റീലെടുത്തത്. ഭയങ്കര മഴ വരുന്നു. ചൈന വരുന്നില്ല, ചൈന ഇനി ഞങ്ങളെ ആക്കിയിട്ട് ചുറ്റോണ്ട് പോവാം. അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോവും. പിന്നെ ഇനി വൈകിട്ടത്തെ കാര്യം ഇങ്ങനെ നിർത്തില്ല. ഇനി അണ്ണം വരുമോ, അവൻ കൊണ്ടുവിടുമോ എന്നറിയത്തില്ല. എങ്ങനെയാണെങ്കിലും പോകണം. നമ്മൾ താമസമായി പിന്നെ ആദ്യമായിട്ടല്ലേ ഞാൻ ഇതുപോലെ ഭാവിനി ഇവിടെ കയറി വരുന്നത്. ഞങ്ങൾ തന്നെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞാനും പിള്ളേരെ ആദ്യമേ എന്നാൽ ഭാവിന് കയറി വരുന്നത്. ചില സമയങ്ങളിൽ ഓണത്തിനും വരാറില്ല, ഭാവിനും വരാറില്ല, കാരണം സമയം കിട്ടാറില്ല. ഞങ്ങളപ്പോൾ രാവിലെ പോയി ബലിയൊക്കെ ഇടും. ഞങ്ങളുടെ വീട്ടിലങ്ങനെ പോകുമായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും അവിടെ തങ്കയമ്മയ്ക്ക് ഉള്ളതൊക്കെ വെച്ചു പോയി. അന്നൊക്കെ രാവിലെ പോയി ബലിയിട്ട് ഞാൻ പോയില്ല. എനിക്ക് പോവായിരുന്നുണ്ടെങ്കിൽ പിന്നെ തങ്കയമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ അണ്ണനും ആദ്യം കൂടെ പോയി, ഞാനും അല്ലിയും വീട്ടിൽ ഇരുന്നു. അവർ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ശരിയാക്കി എല്ലാം വെച്ച് പിന്നെ ഞങ്ങൾ ആഹാരമൊക്കെ വെച്ചിട്ട് ഞങ്ങളും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇനി അണ്ണന് ഉച്ച കഴിഞ്ഞ് പണിയുണ്ടെന്നാണ് പറഞ്ഞത്, അറിയത്തില്ല അല്ലേ. ഇനി കാണത്തില്ലായിരിക്കും, കാരണം മഴയാണ്. പിന്നെ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയിട്ട് അന്ന് എന്തായാലും മീൻ പിടിക്കാൻ പോകും. ഇപ്പോൾ മഴയൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഞങ്ങളെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അവൻ വന്നില്ല, അവനോட കുളിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന പാടെ മഴയായിരുന്നു. പിന്നെ അമ്മ അവനും ചോറൊക്കെ അച്ചച്ചിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും സാമ്പാറും പയറുതോരനും പപ്പടം, ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവർക്ക് ചോറ് വെച്ചു. ഒരില ഞാനും കഴിച്ചു, ഒരില അവനും കഴിച്ചു. ഇതാണ് എൻ്റെ അച്ചാച്ചി. അച്ചാച്ചൻ്റെ പേര് ബിനോജ് എന്നാണ്. തൊട്ടടുത്തിരിക്കുന്ന ഫോട്ടോ എൻ്റെ അമ്മയുടെ ചേട്ടത്തി തങ്കമണി. എൻ്റെ വലിയമ്മച്ചിയുടെ ഫോട്ടോ ഇവിടെ ഇല്ല, വലിയമ്മച്ചിയുടെ ഫോട്ടോ ഇല്ല, ഞങ്ങളുടെ കയ്യിലില്ല. ഒരു കുഞ്ഞു ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ എന്താ പറയുക, അല്ലിപ്പെണ്ണും ആദ്യം പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവളെ കൊണ്ട് 2ാമത് പപ്പടം പൊള്ളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അവനും കഴിച്ചു, അവളും കഴിച്ചു. അങ്ങനെ പിന്നെ മഴയൊന്ന് തോർന്നപ്പോഴത്തേക്ക് മുറ്റത്തോട്ട് ഇറങ്ങി. പെരയ്ക്കകത്തിരിക്കുന്നതിനെക്കാട്ടി അവർക്ക് ഇഷ്ടം മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. 2 പേരും, അവൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും ആ വാതക്കലും മുറ്റത്തൊക്കെ കസാറയൊക്കെ ഇട്ട് അവിടെ ഒരു ടാർപ്പ് പോലെ വലിച്ചിട്ടുണ്ട്, അതിൻ്റെ കീഴിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇവിടെ വന്ന് പ്രത്യേകിച്ച് പണിയില്ല, ഇങ്ങനെ ഇരിക്കുക, കാര്യം പറയുക, പിന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞ് ഞാനും അവനും അവളും കൂടെ കടകടാ ചിരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പം പണ്ടൊക്കെ ഞാനിങ്ങനെ വരത്തില്ലായിരുന്നു, ഇപ്പോഴിപ്പോഴാണ് ഞാനിങ്ങനെ അടുപ്പിച്ച് കയറി വരുന്നത്. നേരത്തെ ഇങ്ങനെ വരത്തേ ഇല്ലായിരുന്നു. അങ്ങനെ വാവൊക്കെ കഴിഞ്ഞു. വാവിന് വന്നിട്ട് ഇനി വീട്ടിലിറങ്ങി പോകണം. വീട്ടിലിറങ്ങി പോയിട്ട് ആദ്യമോനെ നാളെ പരീക്ഷയുണ്ട്, അപ്പോൾ ആദ്യമോനെ പഠിപ്പിക്കണം. പിന്നെ ഞാൻ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഒരു 4:05 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് പോരുന്നു. ഇത്ര നേരത്തെ പോക്കേ ഉള്ളൂ. പിന്നെ തിരിച്ച് പോരാൻ മഴ തുള്ളി വിട്ട സമയത്ത് ഞങ്ങൾ തിരിച്ച് പോരാൻ ഇറങ്ങി വരിക. ഞാനും അവനും അവളും
കൂടെ വരുന്നത്. പിന്നെ എൻ്റെ ആദ്യമോൻ അവനാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന രണ്ടുപേരോട് നിന്ന് പമ്മി നിൽക്കുക, വരാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ വഴിയിലെ കാടൊക്കെ ഓണം ആകുമ്പോഴത്തേക്ക് പറിച്ച് നല്ല വൃത്തിയാക്കി. ഈ പ്രാവശ്യം പോയപ്പോൾ ഒരൊറ്റ പുഴു പോലും എൻ്റെ കാലേ കയറിയില്ല. കാരണം അവിടെ അങ്ങ് ചപ്പും ചവറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുഴുവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കടപ്പടിക്ക് വന്ന് ഇനി ആ കുന്നിറങ്ങി താഴെ വന്ന് ഇതാ ഞങ്ങളുടെ കട. പണ്ട് ഇവിടെ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ സീതക്കുഴി വീട്ടിൽ പോകണം. മഴ പെയ്യാതിരുന്നാൽ മതി. ഈ ഒരു വീടിൻ്റെ മുറ്റത്താണ് ഞാൻ ഇരിക്കുന്നത്. പണ്ട് ഇവിടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വല്യമ്മ മക്കളുടെ വീട്ടിലൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ചെന്നിട്ട് ഇന്ന് വീട്ടിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണിത്. അപ്പം പിന്നെന്താ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ സമയം ഒരു 6:40 ആയിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നതാണ്. ഭയങ്കര സന്തോഷം. വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ പണ്ടങ്ങനെ വീട്ടിലങ്ങനെ വല്ലപ്പോഴൊക്കെ പോകത്തുള്ളായിരുന്നു. അപ്പം വീട്ടിലൊക്കെ പോയപ്പം പ്രത്യേക ഒരു സന്തോഷം. പിന്നെ വന്ന് ഞാനും കുളിച്ചു, കുഞ്ഞും കുളിച്ചു, കുഞ്ഞ് തീരെയൊക്കെ കത്തിച്ചു. പിന്നെ ഞാൻ വരച്ച് താമസിക്കും. അപ്പോൾ നമുക്ക് കഥമൊക്കെ അടച്ചേക്കാം. പുറത്തെ ലൈറ്റ് ഇടാം. എന്നിട്ടിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എവിടെ പോടാ, ആദ്യം പഠിപ്പിക്കാൻ പോകും. അപ്പം പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിരിക്കുക. ഇനി ഇപ്പം ഞാൻ വീട്ടിലൊക്കെ വന്നു, പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ, ആദ്യം പഠിപ്പിക്കണം. കുറച്ച് കഴിയുമ്പോൾ ചായയൊക്കെ ഇട്ട് കുടിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ വാവിനങ്ങനെ വീട്ടിൽ പോയിട്ടില്ല, ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പോയിട്ടേ ഇല്ല, ഇതുവരെയും പോയിട്ടില്ല. 9 വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 9 വർഷം പോന്നു. ഒരു എന്താ പറയുക, അച്ഛൻ മരിച്ച് 1.5 വർഷം കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചത്, അതായത് എൻ്റെ വല്യമ്മ മരിച്ചത്. അപ്പം എല്ലാവർക്കും കാണുമല്ലോ ചെറുപ്പത്തിൽ കുറേ ഓർക്കാനെ കൊണ്ട് ഒരുപാട് ഓർമ്മകൾ, അതുപോലെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ഓർമ്മകൾ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ വല്യമ്മയുടെയും ഒക്കെ എനിക്കുണ്ട്. ഞാൻ പല സന്ദർഭങ്ങളിലും, അതായത് നമുക്ക് ഒറ്റപ്പെട്ട ഒരവസ്ഥ, എല്ലാവരും ഉണ്ടായിട്ട് നമുക്ക് ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥയില്ല. മനസ്സിൽ ഒരുപാട് വേദന വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഒക്കെ ഞാൻ ആശ്വസിക്കും. എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്കൊരാളുണ്ടായിരുന്നെങ്കിൽ. ഒരാൾ എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെയല്ല. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, അത് അച്ഛൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഇല്ലാതാകുമ്പോഴേ നമുക്കതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. എൻ്റെ അച്ഛനാണെങ്കിൽ വയ്യാതെ വന്ന് മരിച്ചതല്ല, വയ്യാതായി കിടന്ന് മരിച്ചൊരു വ്യക്തിയല്ല, സൂയിസൈഡ് ചെയ്തതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഒരുപാട് സങ്കടങ്ങളുണ്ട് പറയാനും എടുക്കാൻ. അച്ഛനെക്കുറിച്ച് പറയുമ്പോഴാണേലും എല്ലാം ഉണ്ട്. അപ്പം എല്ലാം കൂടെ പറഞ്ഞിപ്പോൾ എല്ലാവരെയും ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. എന്തായാലും പോകാനുള്ള ആൾ എനിക്കാണ്, എൻ്റെ അമ്മയ്ക്കാന്ന് പറഞ്ഞാലും എൻ്റെ അനിയനാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. അപ്പം ഇനി ഞങ്ങൾ ജീവനോടുള്ള ആൾക്കാർ ജീവിക്കണം. അപ്പം നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നും കുറച്ച് നല്ല ഓർമ്മകളും അതുപോലെ തന്നെ എല്ലാ വീട്ടിലെ പോലെ കുറച്ച് പന്ന ഓർമ്മകളും ഉണ്ട്. എൻ്റെ ബാല്യത്തിൽ ഏറെ ഇത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഓർമ്മകളാണ്. ഒരുപാട് എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് ഒരുപാട് സങ്കടങ്ങളുള്ള ഞാനും എൻ്റെ അനിയനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് അപ്പം എനിക്കും എൻ്റെ അനിയനെന്ന് വെച്ചാൽ ആരോടും പരാതിയില്ല. ഞങ്ങളിങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ആക്കിയെടുത്തു എന്നത് ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് അവരൊന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല എന്ന കാര്യത്തിലൊന്നും എനിക്ക് എൻ്റെ അനിയന് ഒരു പരാതിയില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്തുവാടാ ഇത്, നമുക്ക് വേണ്ടി നമ്മുടെ അപ്പനും അമ്മയും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴും അവൻ അങ്ങനെ പറയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ആകെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അച്ചാച്ചി അമ്മ ഒക്കെയാണ്. എന്നെ വളർത്തിയത് മൊത്തം എൻ്റെ അച്ഛൻ്റെ അമ്മയെ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ 10-18 വയസ്സ് വരെ വളർത്തി എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ എന്നെ പിടിച്ചേൽപ്പിക്കുന്ന കാലം വരെയും എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ പൊന്നേ പൊടിയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്ന് സംരക്ഷിച്ച് വളർത്തിയത് എൻ്റെ അച്ഛൻ്റെ അമ്മ മാത്രമാണ്. അച്ചാച്ചി അമ്മയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ എത്ര കാലം കഴിഞ്ഞാലും എന്നെ സംരക്ഷിച്ച മുഖങ്ങളിൽ ഫസ്റ്റ് നിൽക്കുന്ന മുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ മണിയമ്മയുടെയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ സ്ഥാനം കൊടുക്കത്തുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
എൻ്റെ വീട്ടിലാന്ന് പറയുന്നത് എന്നെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞുനാൾ മുതൽ എന്നെ സംരക്ഷിച്ച് എന്നെ കൊണ്ട് നടന്ന വ്യക്തിയാണ് എൻ്റെ മണിയമ്മ. അപ്പം എല്ലാവരെക്കാട്ടിലും ഒരു പടി അച്ഛനെക്കാട്ടിലാന്ന് പറയാം, അമ്മയെക്കാട്ടിലാന്ന് ഒരു പടി മുകളിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ മണിയമ്മ തന്നെ. അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് തീർത്തും ആരുമില്ലാത്തൊരവസ്ഥയായിപ്പോയത്. ഒരുപാട് സങ്കടമുണ്ട്. അമ്മയുടെ കാര്യം ഇങ്ങനെ ഓർക്കുമ്പം എനിക്ക് വിഷമം വരും. അപ്പം ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്താ, പെൺമക്കളുള്ളവർക്കറിയാം, അത് നമ്മളെപ്പോലുള്ള പെൺകുട്ടികൾക്കറിയാം അച്ഛന്മാരെ നമ്മൾ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മമാരെ എല്ലാവർക്കും കാണും ഒന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയോടായിരിക്കും അടുപ്പം കൊച്ചുമക്കൾക്ക്, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോടായിരിക്കും അടുപ്പം. എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ഞാൻ കണ്ണും പൊട്ടി ഞാൻ പറയും എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് എൻ്റെ പ്രാണൻ. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും. അമ്മ ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ മണിയമ്മയ്ക്കുള്ള ഒരു സ്ഥാനം ഞാൻ മറ്റാർക്കും കൊടുക്കത്തുമില്ല. കാരണം എന്നെ അങ്ങനെ കൊണ്ട് നടന്ന് വളർത്തിയത് എൻ്റെ മണിയമ്മ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോയി, ഞാൻ പറയില്ല കുറേ നാളിന് ശേഷം വീട്ടിൽ പോകുന്നത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്നെ 2-3 തവണ കൊണ്ടുപോയി ഷൈനെ ബലിയിടിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാനങ്ങനെ എല്ലാ സമയത്തും എല്ലാ വർഷം നമുക്ക് ബലിയിടാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സാഹചര്യം, നമ്മൾ പിള്ളേരാ സാഹചര്യങ്ങൾ മോശമായിരിക്കും, ചിലപ്പോൾ ഇടാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അങ്ങനെ 3 വട്ടം ഞാൻ ബലിയിട്ടിട്ടുണ്ട്. ബാക്കി പ്രാവശ്യങ്ങളിട്ടില്ല. ഇന്നും അതുപോലെ തന്നെ ഞാൻ പോയില്ല ബലിയിടാൻ. എൻ്റെ അനിയൻ പോയി, ഞാൻ പോയില്ല. പോകാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അല്ലിയും കൊണ്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. നമ്മൾക്കറിയാം ആറ്റിലൊക്കെയാണ് പോകുന്നത്, നമുക്ക് കുഞ്ഞിനെ വേറൊരാളുടെ ഏൽപ്പിച്ച് ചെയ്യാനെ കൊണ്ടൊരിതില്ല. നല്ല തിരക്കൊക്കെയുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അനിയനോട് പറഞ്ഞു, നീ പോയിട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. പിന്നെ അവനും വിളിച്ച് ഷൈനെ വിളിച്ചതാവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. പിന്നെ ഞാൻ ബലിയിട്ടാലും ഇട്ടില്ലേലും ഞാൻ അവർക്ക് എന്താ പറയുക, എൻ്റെ മനസ്സിലെന്നും അങ്ങനെയുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഷൈൻ്റെ വല്യമ്മയുണ്ട്, വല്യമ്മയ്ക്ക് കഴിക്കാനൊക്കെ വെക്കണം. അപ്പം ഞാൻ അത് വെച്ചു. ഇപ്പോൾ ഞങ്ങൾ എവിടെ താമസിച്ചാലും ചെയ്യണം പറഞ്ഞാലും ഞാനാന്ന് പറയാം, അണ്ണനാന്ന് പറയാം, ഓണത്തിനാന്ന് പറയാലും എന്തൊരു നല്ല പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ അവർക്ക് ഒരു നേരം വെച്ചിട്ടേ വെക്കത്തുള്ളൂ. അതെൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയൊരു ശീലം. എൻ്റെ അമ്മയാന്ന് പറയുന്നത്, എൻ്റെ അച്ചാച്ചിയാന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ശീലമുണ്ട്. നല്ല കടനാൾ വരുമ്പോൾ ഇതുപോലെ മരിച്ചുപോയ പിതൃക്കന്മാർക്ക് ഒരു തുണ്ടാന്നേലും അവർ വെക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചൊരു ശീലമാണ്. ഞാൻ തന്നെ താമസിക്കാൻ തുടങ്ങിയ കാലം അത്രയും ഞാനത് ചെയ്തിട്ടുമുണ്ട്. ഷൈനം പറഞ്ഞാലും ഞങ്ങൾ മരിക്കുന്ന സമയം വരെ നമ്മളത് ചെയ്യും. പിന്നത്തെ കാര്യം നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു, സീതക്കുഴി വീട്ടിൽ വന്നു. ഷൈനം വന്നിട്ടില്ല, മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. വരുമായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും. ആൾ താമസിച്ചാണ് പോയത്. 3-3:30 കഴിഞ്ഞ് ആൾ ചൂണ്ടയിടാൻ പോയപ്പം. അപ്പം എന്നെ ഒരു 5-5:30 ആയപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ അല്ലിപ്പെണ്ണ് ഉറക്കമായിരുന്നു. അപ്പോൾ അല്ലിപ്പെണ്ണിനെ അങ്ങനെ കിടത്തിയിട്ട് അവൻ തന്നെ കൊണ്ട് കട്ടിലേക്ക് കിടത്തിയിട്ട് അവൻ പോയി. അവനോടും കൂടെ പെട്രോൾ അടിക്കാൻ പോയിട്ട് അവർ നമ്മുടെ വീട്ടിൽ കയറി പോയി തിരിച്ച്. അപ്പോൾ ഞാനും കുളിച്ചു, ആദ്യമോനെയും കുളിപ്പിച്ച്, ഞങ്ങൾ കുളിച്ച് ആദ്യമേ തിരികെ എത്തിച്ച് പഠിക്കാനിരുന്നപ്പോഴത്തേക്ക് അല്ലി എണ്ണിട്ടു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുവാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി ഉടൻ വരാം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ.